ഇവരിപ്പോൾ പറയുന്ന ഇപ്പോൾ എന്തൊരു കുറുക്കൻ്റെ കൗശലം നോക്ക് നിങ്ങൾ. മലപ്പുറത്ത് സീറ്റ് കൂടും, അതുകൊണ്ട് അത് മുസ്ലിം ലീഗിന് പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നത്. ഷാജി, നമ്മളിവിടെ പറയുന്നത് രാജ്യത്തെ ജനങ്ങളെ ഒരുപോലെ കാണാൻ പറ്റണം. പിന്നെ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു ഉത്തരേന്ത്യയിൽ നിങ്ങൾ തന്നെയായിരിക്കും ഇനി ജയിക്കുക. ഇത്തവണ ഉത്തർപ്രദേശിൽ പോലും 9% വോട്ടാണ് നിങ്ങൾക്ക് കുറഞ്ഞത്. 9% സീറ്റിൻ്റെ എണ്ണം ഞാൻ നേരത്തെ പറഞ്ഞു. വലിയ കുറവാണ് യു പിയിൽ ഉണ്ടായത്. അത് കുറയും, നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട. പിന്നെ ഞങ്ങൾ ഇവിടെ പറഞ്ഞത് എന്താ, നിങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് ഭീകരമായ ധ്രുവീകരണ രാഷ്ട്രീയമായിരിക്കും. അങ്ങനെ ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ പ്രതീക്ഷയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ജയിക്കുമെന്നല്ല, നിങ്ങളുടെ പ്രതീക്ഷ BJPയുടെ. അതിവിടെ നടക്കോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഇത്തവണ തന്നെ നിങ്ങൾ എങ്ങനെയാണ് അധികാരത്തിൽ കടിച്ചു തൂങ്ങിയത് എന്ന് നമുക്കറിയാം. ആന്ധ്രയും ബീഹാറും ഇല്ലെങ്കിൽ നിങ്ങളില്ല, തീർന്ന്. ആ സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തി. ആന്ധ്രയും ബീഹാറിലെയും നിങ്ങൾ ആന്ധ്രാപ്രദേശിലെയും ബീഹാറിലെയും ആ പിന്തുണ കൊണ്ടാണ് നിങ്ങൾ നിലനിന്നത്. പിന്നെ നമ്മളിവിടെ പറഞ്ഞത്, നിങ്ങൾ നേരത്തെ പറഞ്ഞു 3.82 ആണ് നമുക്കുള്ള കിട്ടുന്ന വിഹിതം. 10ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് കിട്ടിയിരുന്ന വിഹിതം 3.82. അത് 1.92 കുറച്ചു. അത്രയേ ഉള്ളൂ ഇപ്പോൾ വിഹിതം കിട്ടുന്നുള്ളൂ. നമുക്ക് ന്യായമായും കിട്ടേണ്ട പണമാണ്. നിങ്ങളൊരു കേരളക്കാരൻ എന്നുള്ള നിലക്ക്, കേരളത്തിലെ BJPയുടെ നേതാവ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് കേന്ദ്രത്തോട് ചോദിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി കേന്ദ്രമന്ത്രിമാരാക്കിയവർ തന്നെ എന്താ പറഞ്ഞത്? കേരളം ദരിദ്രരാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ മന്ത്രി അവിടെ പോയിട്ട് കാണാൻ പറ്റിയില്ല എന്നൊക്കെ. നിങ്ങളുടെ ഇവിടുത്തെ സഹമന്ത്രിമാരുടെ അവസ്ഥ അവിടെ ചെന്നാൽ എന്താ എന്നുള്ളത് വെറുതെ സ്വകാര്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കേണ്ടി. അവിടെയൊക്കെ അടിമ ഉടമ സമ്പ്രദായമാണ് അവസ്ഥ. ഇതാണ് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.